BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തുടങ്ങിയതാണ് ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനമെന്ന ചർച്ച. UDF-ന് പുറത്തുള്ളവരും മാധ്യമങ്ങളുമായിരുന്നു അതിനു പിന്നിൽ. ലീഗ് പക്ഷേ ആ ചൂണ്ടയിലധികം കൊത്തിയിട്ടില്ല. PK കുഞ്ഞാലിക്കുട്ടി ഒരു പടി കൂടി കടന്ന പാർട്ടിക്ക് അങ്ങനെയൊരു ആവശ്യമില്ലെന്നും തീർത്തും പറഞ്ഞു. എങ്കിലും ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്നാണ് പാണക്കാട്ടെ തങ്ങൾമാർ വരെ പറഞ്ഞു വെച്ചത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന മനോഭാവമാണ് ലീഗ് നേതൃത്വത്തിനുള്ള. UDF-ന്റെ ചാണക്യനായ PK കുഞ്ഞാലിക്കുട്ടിക്കുള്ള ആദരവായി ആ കസേര കിട്ടണമെന്നും പറയുന്ന നേതാക്കളുമുണ്ട് ലീഗിൽ. അപ്പോഴും ഉപമുഖ്യമന്ത്രി പദത്തിന്റെ പേരിൽ മുന്നണിയിൽ കലഹമോ പ്രതിസന്ധിയോ ഉണ്ടായിക്കൂടെ എന്ന നിർബന്ധ ബുദ്ധിയും അവർക്കുണ്ട്. 5ാം മന്ത്രിപദത്തിന്റെ പേരിലുണ്ടായ പൊല്ലാപ്പുകൾ മുൻനിർത്തിയുള്ള ജാഗ്രത എപ്പോഴുമുണ്ട് ലീഗിന്. കേരളത്തിന്റെ ചരിത്രത്തിൽ 3 ഉപമുഖ്യമന്ത്രിമാരാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 2 പേരും ലീഗിൽ നിന്നാണ്. CH മുഹമ്മദ് കോയയും K ഔക്കാദർ കുട്ടി നഹയും. അതെല്ലാം പക്ഷേ 4 പതിറ്റാണ്ട് പഴക്കമുള്ള ചരിത്രമാണ്. 39 വർഷമായി കേരളം ഒരു ഉപമുഖ്യമന്ത്രിയെ കണ്ടിട്ട്. കേരളത്തിൽ ആദ്യമായി ഉപമുഖ്യമന്ത്രി പദവിയിലെത്തിയത് കോൺഗ്രസ് നേതാവ് R. ശങ്കറാണ്. പട്ടം താണുപിള്ള മന്ത്രിസഭയിലാണ് 2 വർഷവും ഉപമുഖ്യമന്ത്രിയായത്. ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്തു. അതിന് പിന്നാലെ R. ശങ്കർ മുഖ്യമന്ത്രിയുമായി. മുസ്ലിം ലീഗ് നേതാവ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായ ശേഷമാണ് 2 തവണ ഉപമുഖ്യമന്ത്രി കസേരയിലെത്തിയത്. K കരുണാകരന്റെ 2-3 മന്ത്രിസഭകളിലായി 1 വർഷവും 206 ദിവസവും ആ പദവിയിലായിരുന്നു. ഉപമുഖ്യമന്ത്രി ആയിരിക്കെയാണ് CH-ന്റെ മരണം. ഏറ്റവും അധിക കാലം കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രി പദവി അലങ്കരിച്ചത് മുസ്ലിം ലീഗിലെ K ഔക്കാദർ കുട്ടി നഹയാണ്. 3 വർഷവും 152 ദിവസവും. CH മുഹമ്മദ് കോയയുടെ വിയോഗത്തെ തുടർന്നായിരുന്നു K കരുണാകരന്റെ 3ാം മന്ത്രിസഭയിലെ നിയോഗം. തിരുരങ്ങാടി MLA ആയിരിക്കെ ഉപമുഖ്യമന്ത്രിയായ നഹ പൊതുമരാമത്ത് വകുപ്പും കൈകാര്യം ചെയ്തിരുന്നു. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.